Naika Boutique Kurti Stores, Kelot, Payyanur. Varieties of ladies' wears, kurtis, coat sets, top, bottom, ജയ്പൂർ പ്രിന്റ്, കോട്ടൺ, റയോൺ തുടങ്ങിയ വൈവിധ്യമാർന്ന കളക്ഷൻ. 300 മുതൽ വിലയുള്ള ഉടുപ്പുകൾ. ഹോം യൂസ്, ഓഫീസ് യൂസ്, വെഡിങ് ആൻഡ് പാർട്ടി യൂസ്. ആവശ്യക്കാരുടെ അളവിനൊത്ത് തയ്ച്ചും കൊടുക്കുന്നു. നായിക ബോട്ടിക് കുർത്തി സ്റ്റോർ, കേളോത്ത്, പയ്യന്നൂർ. എന്താണ് ഈ വീടിന് പ്രജാന്ന് കാരണം? പ്രജാന്ന് പറയാനില്ല, പ്രജാനിവാസം എന്ന് പറയാനില്ല കാരണം എൻ്റെ ഭാര്യയുടെ പേര് പത്മാവതി. ഇപ്പോൾ പി. ആറെന്നുള്ളത് രാഘവൻ. ജയെന്നുള്ളത് എൻ്റെ മൂത്ത മോൻ്റെ പേര് ജയചന്ദ്രൻ. മറ്റത് ജയശ്രീ, ജയസുധ. അത് മൂന്നും കൂടിയ പ്രജയായി. പിന്നെ ഞാൻ ഒരു കുടുംബമായി. ഞാൻ ആദ്യമായിട്ട് പിന്നെ പാർട്ടിയിൽ പ്രവർത്തിച്ചത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ വന്നു. അപ്പോൾ അതൊരു എൻ്റെ മനസ്സിലൊരു വലിയ എപ്പോഴും ഒരു ഓർമ്മയിലിരിക്കട്ടെ എന്നുള്ള നിലയിലാണ് പ്രജാനിവാസം എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിൻ്റെ പേരിട്ടത്. ഞാൻ സിനിമയിലും എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം നൊമ്പരം എന്ന് പറഞ്ഞ ഒരു സീരിയലിൽ കണ്ടോത്ത് സ്കൂളിൽ വെച്ചിട്ട് വി പി രാമേന്ദ്ര പ്രതാൾ സംവിധാനം ചെയ്ത നൊമ്പരം എന്ന് പറഞ്ഞ സീരിയലിൽ അതിൽ റേഷാളായിട്ട് ഒരു ചെറിയ രംഗം, എല്ലാം ചെറുതാന്ന്. പിന്നെ അതിനുശേഷം പിന്നെ ദീപങ്ങൾ സാക്ഷി തലശ്ശേരിയിൽ വെച്ചിട്ട് ഈ കെ വി മധു സംവിധായകൻ, അതിൽ ഞാനും നരേന്ദ്രപ്രസാദുമായിട്ടുള്ള ഒരു രംഗം ഇപ്പം യൂട്യൂബിൽ വെച്ചാൽ ഇപ്പം കിട്ടും. അതിൽ ഞാനും അയാളും കൂട്ടിലൊരു ചെറിയ രംഗം. അത് കഴിഞ്ഞതിന് ശേഷം ദീപങ്ങൾ സാക്ഷി, നരേന്ദ്രപ്രസാദ് അല്ല സിനിമ, അവരവരച്ഛനും അമ്മേനെയും കഴിച്ചു കഴിഞ്ഞാൽ അവരവർ ജനിച്ച ജാതി എനിക്ക് ഭയങ്കര ഇതാണ്. ഇന്നിപ്പോൾ കാലം പരിഷ്കരിച്ചെങ്കിലും ഇല്ലെങ്കിലും ജാതി ഇല്ലയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഗവൺമെൻറ് എടുത്ത് കളയണം. എൻ്റെ പേര് പള്ളിപ്പുറം രാഘവൻ. ഇപ്പോൾ എനിക്ക് 82 കഴിഞ്ഞ് 83 വരും. ഞാൻ നീലേശ്വരം പള്ളിക്കര പള്ളിപ്പുറം വീട്ടിലാണ് എൻ്റെ ജനനം. ഞാൻ ആദ്യം നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. 1962 നീലേശ്വരം രാജാസ് ഹൈസ്കൂളിൽ സ്കൂൾ ലീഡറായിരുന്നു. ഏടാ സ്കൂൾ ലീഡറാണെങ്കിൽ തമ്പുരാക്കന്മാരോ അല്ലെങ്കിൽ പള്ളിക്കര പിന്നെ നമ്പ്യാന്മാരിലെ അവലുള്ളൂ. അതിന് ഘടകവിരുദ്ധമായിട്ട് ഒരാൾ പുറത്തുനിന്ന് ജയിച്ച ഒരാളാണ് ഞാനാണ്. അതിനുശേഷം ഞാൻ വിദ്യാർത്ഥി കാലഘട്ടത്തിന് ശേഷം കാഞ്ഞങ്ങാട് നീലേശ്വരം ഭാഗത്ത് ആദ്യമായിട്ട് ബസ് ഓടുന്ന കാലത്ത് കരിയങ്കോട് പുഴ വരെ പയ്യന്നൂർ ഭാഗത്തുനിന്ന് കരിയങ്കോട് പാലത്തിൻ്റെ അടുക്കലയിലും അതിനപ്പുറം കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്ന പിന്നെ ബസ് വന്നുണ്ടായിരുന്നു. ആദ്യം ബസ് ഓടുന്ന കാലത്ത് കാഞ്ഞങ്ങാട് അശോക മോട്ടോഴ്സിൻ്റെ ചെക്ക് ഇൻ സെൻ്ററായിട്ടാണ് ആദ്യത്തെ ജോലി. പയ്യന്നൂർ വരുന്ന 1967 പുതിയടുത്ത വീട്ടിൽ പത്മാവതി പറഞ്ഞ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചതാണ്. മുഖാന്തരാന്ന് ഇവിടെ വരുന്നു, പയ്യന്നൂരേക്ക് വരുന്നു. 1967 ഞാൻ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഈ കുറേ 2-3 ഗവൺമെൻറ് ജോലി പല ജോലിയും കിട്ടി. ഞാൻ സംസ്ഥാന വെയർഹൗസിംഗ് കോർപ്പറേഷനിലാണ് ജോലി പിരിഞ്ഞത്. 1996 പയ്യന്നൂർ വെയർഹൗസിംഗ് കോർപ്പറേഷനിൽ നിന്നാണ് പിരിയുന്നത്. അതിനുശേഷം പയ്യന്നൂർ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാൻ നടത്തിയത്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് പയ്യന്നൂർ ക്ഷീര വ്യവസായ സഹകരണ സംഘം. അതിൻ്റെ പ്രസിഡൻ്റാണ്. സമുദായം യാദവ സഭയാണ്. അഖില കേരള യാദവ സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. പിന്നെ ഉപഭോക്തൃ കമ്മിറ്റിയുടെ 10-25 കൊല്ലമായിട്ട് പയ്യന്നൂരത്തെ അതിൻ്റെ പ്രസിഡൻ്റാണ്. പയ്യന്നൂർ സീനിയർ സിറ്റിസൺ ഫോറം വൈസ് പ്രസിഡൻ്റാണ്. കണ്ടോത്ത് ആയുർവേദ ഗവൺമെൻറ് ആസ്പത്രിയിലെ HMC മെമ്പറാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേണമംഗലം കഴകത്തിലെ ഒന്നാമത്തെ പിന്നെ അടുത്ത അവകാശികളിൽ ഒന്നാമത് ഞങ്ങൾ പള്ളിപ്പുറം വീട്ടുകാർ. എൻ്റെ പേരിൽ തെക്കുംപാടം കുഞ്ഞമ്പൂ എന്ന് പറയും. അമ്മ പള്ളിപ്പുറത്ത് ശ്രീദേവി പണ്ടത്തെ പേരല്ലേ. ആദ്യത്തെ കോൺഗ്രസ് പുറത്തെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് പിന്നെ ജോലിയുള്ള സമയത്ത് പിരിഞ്ഞുവല്ലോ 96 ശേഷം ഇവിടെ പയ്യന്നൂർ കണ്ടോ തന്നെ പ്രവർത്തന മേഖലയാക്കി. ബൂത്ത് പ്രസിഡൻറ്റ്, പിന്നെ വാർഡ് പ്രസിഡൻറ്റ്, മണ്ഡലം സെക്രട്ടറി, മണ്ഡലം വൈസ് പ്രസിഡൻറ്റ്, ബ്ലോക്ക് സെക്രട്ടറി, ബ്ലോക്ക് വൈസ് പ്രസിഡൻറ്റ് നിലയിൽ വരെ അടിയിൽ നിന്ന് തന്നെ കയറി വന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയത്തിൽ ഞാൻ ഒന്നും കയറി പിടിച്ചിട്ടില്ല. എല്ലാം എനിക്ക് കിട്ടിയത് തന്നു. അവർ പാർട്ടി തരുന്നത് സ്വീകരിച്ചു എന്നല്ലാതെ ഞാനൊന്നും ചോദിച്ചു വാങ്ങിയ ഒരു പരിപാടി ഇന്ന് വരെ ഇല്ല. NK ബാലകൃഷ്ണേട്ടൻ മന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നീലേശ്വരം ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ അന്ന് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പിന്നെ ISO ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ പിന്നെ ഹോസ്റ്റർക്ക് സെക്രട്ടറിയും കൂടിയാണ്. അപ്പോൾ ബാലകൃഷ്ണേട്ടനാണ് എൻ്റെ നേതാവ്. അദ്ദേഹത്തിൻ്റെ ഒപ്പരം എപ്പോഴും രാവും പകലും അദ്ദേഹം എവിടെ പോകുന്നുണ്ടെങ്കിൽ കൂടുതൽ തന്നെ ഞാനുണ്ടാവും. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം ഒരു ബന്ധു എന്ന നിലയിൽ വരെ എന്നെ നോക്കി എനിക്ക് എല്ലാം ചെയ്തു തന്ന ഒരു ബാലകൃഷ്ണേട്ടനാണ്, സർവ്വ സംഗതികളും. അപ്പോൾ അതുകൊണ്ട് അന്ന് പിന്നെ ISOയിൽ കൂടി PSPയിൽ വന്നു. PSPൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവിലേക്ക് വന്നു.
നല്ല നിലയിൽ അയാൾ മിനിസ്റ്ററായ സമയത്ത് അദ്ദേഹത്തിന് എപ്പോൾ വരുമ്പോഴും ഏത് സമയത്തും ഞാൻ പോകാനും കാണാനും എന്നോട് കാര്യങ്ങൾ പറയാനും ഞാൻ എന്ത് പറയുന്നുണ്ടെങ്കിലും അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് എൻ്റെ ജീവിതത്തിൽ ഒരു കാലത്തും പിതൃതുല്യനായി പോലെ ഞാൻ കണക്കിലെടുക്കുന്ന ഒരാളാണ്. എല്ലോ ഉപകാരം പയ്യന്നൂരിൽ പല പരാതിയും കച്ചവട വ്യാപാര സ്ഥാപനങ്ങളിലെ പറ്റിയിട്ടും പല ഇതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ നേരിട്ടിട്ട് അവരെ പോയി കണ്ടിട്ടോ അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ കൂട്ടിപ്പോയിട്ടോ ഞാൻ കാര്യങ്ങളെല്ലാം നേടിക്കൊടുത്തിട്ടുണ്ട്. ഒരു ഉറുപ്പ്യ ആരോടും മേടിച്ചിട്ടില്ല. ഒരു കാലത്തും ഒന്ന് മരിക്കുന്നത് വരെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു. ചൂഷണത്തിനെതിരായിട്ട് എന്ത് കണ്ടാലും ഞാൻ അതിനെ പ്രതികരിക്കുകയും പശുവിന് ഇത്ര ലിറ്റർ പാലുണ്ട് എന്ന് പറഞ്ഞിട്ട് പശുവിനെ മേടിച്ച് കറന്നു നോക്കുമ്പോൾ അതിൻ്റെ പകുതിയില്ല. അങ്ങനെയുള്ള കേസുകളിൽ ഇടപെട്ടിട്ടുണ്ട്. ബസ് മര്യാദ സ്റ്റോപ്പിൽ നിന്നില്ലെങ്കിൽ അതിനെതിരെ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു കാറ് മേടിച്ചൊരു ലൈസൻസിൻ്റെ പ്രശ്നം വന്നു. പയ്യന്നൂർ കൊപ്പര പണ്ടത്തെ നമ്മളെ ചിത്ര സ്റ്റുഡിയോ തായിലെ സത്താർ എന്ന് പറഞ്ഞ കൊപ്പര വ്യാപാരി, ഇപ്പോഴും അതെ പയ്യന്നൂർ ഇപ്പം നടക്കുന്നുണ്ട്. ഒന്നൊരു കാറ് മേടിച്ചതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ മുഖാന്തരയോട് പോയിട്ട് കോടതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഇത് എല്ലാം കിട്ടി, നഷ്ടപരിഹാരം വരെ കിട്ടിയിട്ടുണ്ട്. പയ്യന്നൂരിൽ നിന്ന് കാര്യംകോട് വരെ ബസ്സില്ലു, കാരണം അന്ന് പാലം ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഞങ്ങൾ നീലേശ്വരം ഭാഗത്തുനിന്ന് കാസർഗോഡ് മുതൽ കാര്യംകോട് വരെ ഈ ബസ്സിൽ നിന്ന് കയറി അതിലത്തേക്ക് കയറണം. ഇതിലത്തെ ആളെല്ലാം കയറി അങ്ങോട്ട് പോകണമെങ്കിൽ ആ ബസ് കയറണം. പിന്നെ 1964 തോന്നുന്നു ആർ ശങ്കർ മുഖ്യമന്ത്രിയാണ് കാര്യംകോട് പാലം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന് ശേഷമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ കുറേ കൊല്ലം ബസ്സിൻ്റെ ചെക്ക് ഇൻസ്പെക്ടറായിട്ട് പ്രവർത്തിച്ചു. അതിൽ ധാരാളം ആൾക്കാരുമായിട്ട് ഇടപഴകാനും എന്നെപ്പറ്റി അറിയാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തകരും, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാത്ത സമയത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വന്ന് എൻ്റെ ഭാര്യനെ കാണുകയും മരിച്ചതിന് ശേഷം വിവരം അദ്ദേഹം അറിയിക്കുകയും ആ സമയത്ത് അദ്ദേഹത്തിന് വിഷമമുണ്ടായിരുന്നു തൊണ്ടക്കെല്ലാം. അതുകൊണ്ട് ഇവിടെ ഞാൻ വരേണ്ട സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്ന് നേരിട്ട് എൻ്റെ ഭാര്യനെ കണ്ടുപോയിന്. എല്ലാ നേതാക്കളും KPCC പ്രസിഡൻറ്റ് വന്നിന്, സുധാരം വന്നിന്, DCC പ്രസിഡൻറ്റുമാർ ആരായാലും വന്നിന്, സതീശൻ പാച്ചന് വന്നിന്. അങ്ങനെ കോൺഗ്രസിൻ്റെ മിക്ക നേതാക്കന്മാർ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. KC വേണുഗോപാൽ വരെ പണ്ട് ഇവിടെ ഉണ്ടാകുമ്പോൾ പയ്യന്നൂരുണ്ടാകുമ്പോൾ ഇവിടെ വീട്ടിലേക്ക് വരും. 1982 NK ബാലകൃഷ്ണേട്ടനും പരേതനായ യാദവ സഭയുടെ വലിയ നേതാവും ജന്മിയുമായ കരിമ്പ് കുഞ്ഞമ്പോട്ടനും കൂടിയിട്ടാണ് ഈ വീട് 1982 ആണ് എൻ്റെ ഓർമ്മ ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഈ കണ്ടോത്തനാട്ടിൽ തന്നെ ആദ്യമായിട്ടില്ല വാർപ്പ് വീടുന്നാണ് എനിക്ക് തോന്നി. ഇത്രയും കൊല്ലം മുമ്പേ വാർപ്പിൻ്റെ ഇല്ല. ഇപ്പോൾ പകർന്നാട്ടം ഞാൻ അഖില കേരള യാദവ സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. ഇവിടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ചെറിയ ചെറിയ ശാഖകൾ ഇപ്പോൾ എല്ലാ ദിക്കിലുമുണ്ട്. യാദവന്മാർക്ക് എല്ലാ ക്ഷേത്രത്തിലും കയറാനുള്ളൊരു ഇതുണ്ട്. കാരണം ഇപ്പം പിന്നെ തളിപ്പറമ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ രാവിലെ അവിടെ പാല് കറന്നിട്ട് അവിടെ ഏൽപ്പിച്ചാൽ ആ പാലാണ് അമൃതമായിട്ട് പുറമെയുള്ളവർക്ക് രാവിലെ കൊടുക്കുന്നത്. അതൊരു യാദവനാണ് കൊണ്ട് കൊടുക്കേണ്ടത്, മണിയാണിയാണ്. അപ്പോൾ അതിൻ്റെ പേരെന്നെ പാലമൃതം നാരായണൻ എന്നാണ് ആ കുടുംബം കൊടുക്കേണ്ടത്. അതേപോലെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ അരി ഇളക്കുന്നുണ്ട്. ആ അരി ഇളക്കുന്നതും യാദവനാണ്. അവരെ ഈ അരി കൊണ്ടുപോയിട്ട് യാദവന്മാരാണ്. ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ എത്രയോ കാലം മുമ്പേ നടന്ന ആചാരം ഇന്നുമുണ്ട്. അവിടുത്തെ എപ്പോഴും ഭക്ഷണമാണല്ലോ അന്നപൂർണേശ്വരി. അവിടെ ഇല കൊടുക്കേണ്ടത് യാദവന്മാരാണ്, ഒരു വീട്ടുകാരാണ്. അവരെ കുടുംബമെല്ലാം ഇത് പല ദിക്കിലും ചിന്ന ഭിന്നമായി പോയിട്ടുണ്ടെങ്കിലും ഇന്ന് ഒരേ ഇലയെങ്കിലും അവിടെ ഉച്ചക്കത്തെ ഊണിന് ഈ യാദവൻ അവിടെ എത്തിക്കണം. അത് കഴിഞ്ഞാൽ പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വിളക്കിൽ എണ്ണ കൂട്ടലും കൊടി പിടിക്കലെല്ലാം കണ്ണോത്ത് ഒരു അച്ഛനുണ്ടായിന്, അവരെ നേതൃത്വത്തിലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃക്കരിപ്പൂർ ചക്രവാണി ക്ഷേത്രം, അടിയും യാദവന്മാരാണ്. അത് കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് മടിയൻകുലവും ക്ഷേത്രം. പക്ഷേ ഞാൻ ഏറ്റവും വിധിച്ചാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച ആ സമുദായത്തിൽ നമ്മളായല്ലോ എന്നില്ലാണ്. കോൺഗ്രസിൻ്റെ ഭാവി എന്ന നിലയിൽ നമ്മുടെ നേതാക്കന്മാർ ശരിക്കും ഒത്തൊരുമിച്ചിട്ട്, ഇപ്പോൾ കർണാടകത്തിൽ കഴിഞ്ഞല്ല, തെലുങ്കാന കണ്ട് പഠിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ പറ്റും. പക്ഷെ ഒത്തൊരുമ വേണം, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അല്ല, ഇവിടെ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ഇപ്പോൾ ജയരാജാണ്. നല്ല എല്ലാ കാര്യത്തിനും വളരെ 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 ജോറായിട്ടാണ്. ആയിരിക്കും അവരവരെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആയത് ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്, അവർ അംഗീകരിക്കും. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെല്ലാം പിന്നെ BJPക്ക് എല്ലാം അധികാരത്തിൽ കിട്ടാനുള്ള കാരണം എന്നാ ഇങ്ങനെ ഇതെല്ലാം തന്നെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് എത്ര മക്കളാണ്? 3 മക്കൾ. 3 മക്കൾ. മൂത്ത ആളെ പേരെന്താ? ജയചന്ദ്രൻ. അവിടെ ഭാര്യ പേര്? ഷീബ. അവർക്ക് എത്ര മക്കൾ? 2 മക്കൾ. 2 മക്കൾ. രണ്ടാമത്തെ ആളെ പേരെന്താ? രണ്ടാമത് ജയശ്രീ. ജയശ്രീ. ഭർത്താവിൻ്റെ പേര്? നാരായണൻ. എത്ര മക്കള്? 2 മക്കൾ. ഇളയാളെ? ഇളയാള് ജയസുധ. ഭർത്താവിൻ്റെ പേര്? രാജീവ്. 2 മക്കൾ.
2 മക്കൾ. അപ്പോൾ താങ്കളുടെ ഭാര്യ മുമ്പേ മരണപ്പെട്ടു. ഭാര്യ 2 കൊല്ലമായി മരണപ്പെട്ടു. വിഷമത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇപ്പോഴും ആരോഗ്യവാനായി ജീവിക്കുന്നു.